ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 3-4 അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്നത് നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ അമ്പലക്കുളത്തിൽ ഇറങ്ങി നമ്മൾ ഒത്തിരി വെള്ളമൊക്കെ തളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ അതിരാവിലെ ചെന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു. സാധാരണ നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ അത്യാവശ്യം കുറച്ച് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത്തോടെ ചെന്നപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നമുക്ക് ഭഗവാനെ തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യം. നമ്മൾ തിരക്കിട്ട് തൊഴുന്നേക്കാളും നല്ലത് തിരക്കില്ലാതെ സമാധാനത്തിൽ നമ്മൾ ഭഗവാനെ നോക്കി ഒരുപാട് നേരം നോക്കി നിൽക്കാനും നിന്നാലും പറ്റിയില്ല. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നെങ്കിലും നമ്മൾ പെട്ടെന്ന് തൊഴുത് മാറുക എന്നുള്ള ആ ഒരു പറച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഭഗവാനെ തൊഴുതപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ചക്കുളത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ വഴിക്ക് പിള്ളേർക്ക് ഈ ബസ്സിൽ പോകുമ്പോഴുണ്ടല്ലോ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സോഡ നാരങ്ങ ഉപ്പിട്ട് കുടിക്കണമെന്ന് പറഞ്ഞ കാരണം അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ പോണത് നമ്മൾ ചക്കുളത്ത് ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല പച്ചപ്പുമായിട്ടാണ് ആ പ്രദേശങ്ങളൊക്കെ ഇരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ പിന്നെ ഒരുപാട് പാടങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ തോടുകൾ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ മഴ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉണക്കമുള്ള ഫീലിങ്സ് നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ. ചില ഏരിയാസിൽ നമുക്ക് ഈ മഴയില്ലാത്തത് ഉണങ്ങി വരണ്ട് കിടക്കും. ഇത് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചക്കുളത്തൊക്കെ അവിടെയും ചെന്നപ്പോൾ തന്നെ ചക്കുളത്ത് ചെന്നപ്പോഴാണേലും നമുക്കധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അവിടെയും നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്കുളത്ത് നിന്ന് പിന്നെ നമ്മൾ നേരിട്ട് പോയത് നമ്മൾ മണ്ണാർശാലയിലേക്കായിരുന്നു കേട്ടോ. മണ്ണാർശാല ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ അവിടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അത്. അപ്പോൾ മണ്ണാർശാല നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസൊന്നും എടുക്കാനൊന്നുമുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും നമ്മൾ പിന്നെ എല്ലാ അമ്പലങ്ങളിലും നമ്മളൊരു 15 മിനിറ്റ് വീതം നിന്ന് പോയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മളൊരു എല്ലാ അമ്പലങ്ങളിലും നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് ഓച്ചിറയിലേക്കായിരുന്നു. ഓച്ചിറ ചെന്നപ്പോൾ ഒരു മാതിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കല്യാണവും കൂടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണ ചെന്നപ്പോൾ സാധാരണ ചെല്ലുമ്പോൾ കാളകളെ കാണുന്ന കേട്ടോ. ഇത്തവണ ചെന്നപ്പോൾ കാളകളെയൊന്നും കണ്ടില്ല. കാളകൾ ഒരു 3-4 കാളകൾ അവിടെ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ അണിയിച്ചൊരുക്കിയൊക്കെ ഇരുത്തുന്നതാണ്. അപ്പോൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാട്ടിൽ ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ ഒരു ഉച്ചയായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇക്കരെ ഇരുന്ന് തന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. 1:30 അവിടെ എത്തിയപ്പോൾ 5 മണിക്ക് പിന്നെ നട തുറക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്തോടു കൂടി നമുക്ക് അക്കരയിൽ എത്തിയാൽ മതി. ഉച്ചയ്ക്ക് അവർ ബോട്ട് സർവീസ് ദിവസത്തിൻ്റെ തന്നെ ബോട്ട് സർവീസാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ 5 മണിയോട് അടുപ്പിച്ചേ ഉണ്ടാവുള്ളൂ. ഉച്ചമണിക്ക് അവർ ഉച്ചയ്ക്ക് തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ 1:30 ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം പിന്നീടാണ് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചെറിയൊരു വള്ളമുണ്ട്, ചെറിയ വള്ളത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അതിന് ഞങ്ങൾ അക്കരെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് തിരക്കില്ലാതെ നമുക്ക് രസീതൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സമയത്ത് പോയത്. 5 മണിക്ക് നട തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അതൊക്കെ വഴിപാടെല്ലാം കാര്യങ്ങളും തിരക്കില്ലാതെ തന്നെ നമുക്ക് ചെയ്യാനും പറ്റിയതുപോലെ തന്നെ തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ പുറകുവശം കടലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇത് കഴിഞ്ഞ് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ വന്നേക്കണം. നമ്മളൊരു ബസ്സിലാണ് വന്നേക്കണം. ഒരു 10-30ഓളം പേരുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ കുറേ നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ബീച്ച് കാണുമ്പോൾ നമുക്ക്
ഒരു പ്രത്യേക ഇതാണ്. പക്ഷേ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റുന്നത് കുറച്ചങ്ങ് മാറിയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലേക്ക് മാത്രമേ പോയുള്ളൂ. ഇവിടെ ഒന്നും ഇറങ്ങാനുള്ള സൗകര്യമില്ല, ഭയങ്കര തിരയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ ഇങ്ങനെ കടൽ കണ്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല ആൾക്കാരായി കേട്ടോ. നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴൊന്നും ഈ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആ സൈഡിലേക്ക് പോയപ്പോൾ ഈ മോരൊക്കെ കുടമോരെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ചൂടത്തൊക്കെ നിന്ന് യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ മോരൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത സൈഡിലേക്ക് പോയി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അസ്തമയത്തിൻ്റെ സമയമായി വരും. പക്ഷേ മഴക്കാറ് കൊണ്ട് നമുക്ക് അങ്ങനെ അസ്തമയം കാണാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.